വിളക്കിൻ്റെ സംഘാടക സുഹൃത്തുക്കളെ, വിളക്കിൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഞാൻ വേദിയിൽ കുറച്ച് നേരം ഇരുന്ന് 2-3 പ്രസംഗങ്ങൾ കേട്ട് ചൂട് പിടിച്ച് അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ കൂടി എടുത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇതിപ്പോൾ അങ്ങ് തുടങ്ങുകയാണ്. 100 തൊടിയുള്ള കിണറടയ്ക്കാൻ ഇറങ്ങി 1-ാം പടിയിൽ നിന്ന് കാൽ വഴി താഴെ വീണ നമ്പൂതിരി തന്നെ രക്ഷിക്കാൻ വന്ന ഫയർ സ്പോർട്സുകാരോട് പറഞ്ഞ ഡയലോഗ് നിങ്ങളിൽ ചിലർ കേട്ട് കാണും. ഇവിടേക്ക് തന്നെയാണ് പുറപ്പെട്ടെ, പക്ഷേ ഇത്ര പെട്ടെന്ന് ചെത്തുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എന്തായാലും ഓരോ തൊടിയായി ഈ ലേഖനത്തിലേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ട് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു ലേഖനമാണിത്. ഇവിടെ ഇരിക്കുന്നവരിൽ അപ്പനെ വായിച്ചവരാണ് മുഴുവനൊന്നും എനിക്ക് ധാരണയില്ല. ഈ ലേഖനത്തിൻ്റെ പകുതി വായിച്ച് നിർത്തിയവർ ഈ സദസ്സിൽ കാണും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പനൊരു വലിയ പശ്ചാത്തലമാണ്. ഒരു മലയാള സാഹിത്യ വിമർശന ചരിത്രത്തിൻ്റെ ഒരു വലിയ വീഥിയിലൂടെ, ഒരു അപ്രോച്ച് റോഡിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ കൊത്തളത്തിലേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കയറിയാൽ ശരിയാവില്ല. ഓട് പൊളിച്ചിറങ്ങാവുന്നൊരു സംഭവമല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഈ KP അപ്പനിലേക്കുള്ള ഈ അപ്രോച്ച് റോഡിലൂടെ, നടപ്പാതയിലൂടെ നിങ്ങളെയും കൂടെ അപ്പൻ സാറിനെയൊക്കെ കൂട്ടി നടക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ധാരാളം വ്യക്തിബന്ധമുള്ള ഒരാളാണ് KP അപ്പൻ സാർ. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതീവ സുന്ദരനായ ആളാണ്. ഒരു അമേരിക്കൻ നിലവാരത്തിൽ ഉയരവും, സാധാരണ എഴുത്തുകാർക്ക് കിട്ടാത്ത അത്ഭുതകരമായ ശാരീരിക സൗന്ദര്യവും, അത്ഭുതകരമായ കണ്ണുകളും, വല്ലാതെ നമ്മളെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന നോട്ടവും ഒക്കെ ഉള്ള ഒരാളാണ്. ഈ കാളിദാസൻ്റെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ടല്ലോ, എന്താണ്? ആകാര സദൃശ പ്രജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട്, ആകാരത്തിനൊത്ത പ്രജ്ഞ, പ്രജ്ഞയ്ക്കൊത്ത സൗന്ദര്യം, സൗന്ദര്യത്തിനൊത്ത ബുദ്ധി, ബുദ്ധിക്കൊത്ത സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കാളിദാസൻ ഈ പാറ്റേണിലല്ല പറഞ്ഞ്, ഞാൻ പറഞ്ഞ അതുപോലെ ഉള്ള ഒരാളാണ്. എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്നെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കാത്ത 3-4 ഗുരുനാഥന്മാർ എനിക്കുണ്ട്. അതിലൊരാൾ KP അപ്പൻ സാറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ എന്തോരം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കൊല്ലം സംഘങ്ങളിൽ ചെന്ന് MA ചേരാൻ സാധിക്കാത്തതിലൊക്കെ വളരെ ദുഃഖം തോന്നും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ. വലിയൊരു സവിശേഷത, ഞാൻ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ നമ്പൂതിരി കഥ തന്നെ അദ്ദേഹം എനിക്ക് പറഞ്ഞതാണ്. സാധാരണ സാഹിത്യ എഴുത്തുകാർക്ക് കിട്ടാത്ത വളരെ അപൂർവമായ, ഇപ്പോൾ M കൃഷ്ണൻ നായർ, സുകുമാർ അഴീക്കോട്, പിന്നെ M കൃഷ്ണൻ നായർക്കും സുകുമാർ അഴീക്കോടിനും അല്ലാതെ വേറെ ആർക്കാണ് മലയാള സാഹിത്യ വിമർശനം എഴുതുന്നവരിൽ നർമ്മമുള്ളത്? അഴീക്കോട് മാഷ് പോലും എഴുത്തിൽ നർമ്മമില്ല, പ്രസംഗത്തിലാണതുള്ളത്. അപ്പൻ മാഷ് ഇതുപോലെ നർമ്മമുള്ള ഒരാളാണ്. അപ്പൻ മാഷ് എഴുത്തിൽ നർമ്മം ഉപയോഗിക്കില്ല, പ്രാക്ടിക്കൽ ലൈഫിൽ നർമ്മമുള്ള ഒരാളാണ്. ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൻ. അപ്പം മലയാള സാഹിത്യത്തിൽ വിവിധ രംഗങ്ങളിൽ മുദ്ര പതിപ്പിച്ചവരെ കുറിച്ചാണ് ഈ പ്രാസംഗം പ്രസംഗിക്കുന്നത്. കുറച്ചു നേരം കേട്ടിരുന്നിട്ട് അപ്പൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ഈ പ്രസംഗിക്കുന്ന ആളിൻ്റെ അച്ഛൻ്റെ ഒരു വെണ്ടരാണോ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചാൽ, മുദ്ര പതിപ്പിച്ചാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ അപ്പൻ്റെ ഒരു ഭാഷാ സമീപനമുണ്ട്. നമ്മൾ ഈ പറഞ്ഞു പഴകിയ, പറഞ്ഞു തേഞ്ഞ, ക്ലീഷയായി കഴിഞ്ഞ പദപ്രയോഗങ്ങൾ സമ്പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് KP അപ്പൻ എഴുതുന്നത്. ഞാനിവിടെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുപ്പി വെള്ളവുമായി പ്രസംഗിക്കാൻ വരുന്നത്. കാരണം എനിക്കറിയാം വെള്ളം കുടിക്കും. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും കുടിക്കാവുന്നതാണ്. ഞാൻ മുഴുവൻ കുടിക്കില്ല. അപ്പം ഞാനും മുഖ്യപ്രഭാഷകനും അനുബന്ധ പ്രഭാഷകനും വെള്ളം കുടിക്കുകയും നിങ്ങളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ മുഹൂർത്തമായി ഈ സെമിനാർ വികസിക്കട്ടെ, ഈ പ്രബന്ധാവതരണം വികസിക്കട്ടെ എന്നതാണ് എൻ്റെ സ്വപ്നം. എന്തുകൊണ്ട് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കേസരി ബാലകൃഷ്ണ പിള്ളയെ ദൈവത്തിൻ്റെ മൂത്ത സഹോദരൻ എന്ന് വിളിച്ച, താങ്കൾക്ക് ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് വാർദ്ധക്യകാലത്ത് ചോദിച്ചതിന് ഉണ്ട്. ആൽപ്സ് പർവ്വത നിരകളെ അടുത്ത് നിന്ന് കുറച്ച് നേരം നോക്കി നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ
അപൂർവ നിമിഷങ്ങളിലെങ്കിലും ഗന്ധർവൻ്റെ മാതൃഭാഷ മലയാളമാണോ എന്ന് നമ്മളിൽ തോന്നലിടുക, വിഭ്രമം ഉളവാക്കിയ ഒരു എഴുത്തുകാരനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വെള്ളം കുടിക്കും. 2002 പറയുമ്പോൾ മലയാള സാഹിത്യ വിമർശനത്തിൽ KP അപ്പൻ്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, KP അപ്പൻ മുന്നോട്ട് വെച്ച ആധുനികതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആധുനികതയുടെ സ്വപ്ന പുരുഷന്മാർ ആ സ്വപ്ന പുരുഷ വേഷമെല്ലാം അഴിച്ചു വെച്ച് അധികാര കേന്ദ്രങ്ങളിൽ പോയി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. KP അപ്പൻ്റെ ലേഖനത്തിൽ, KP അപ്പൻ എഴുതിയ ഈ പുസ്തകത്തിൽ അതിൻ്റെ വ്യഥകൾ പരോക്ഷമായി നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൻ്റെ, മലയാള സാഹിത്യ ചരിത്രത്തിൽ KP അപ്പൻ സംഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും ഒരു എഡ്യൂക്കേഷനും ഇല്ലാതെ ഈ ലേഖനത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏത് സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴും എനിക്ക് അടുത്തിടെ ഉണ്ടായ ഒരു സാഹിത്യാനുഭവം പറഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കുവാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കേട്ടിട്ടില്ലേ AI എന്നൊരു സാധനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് കഥയും കവിതയൊക്കെ എഴുതി തുടങ്ങിയെന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കഥ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ തിരക്കഥ എഴുതി തരുമെന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, ഞാനും കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ മിസ്സസ് വത്സ ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഇതിൽ സ്വല്പം ടേസ്റ്റുള്ള ഒരാളാണ്. AI ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു മാസം മുമ്പ് ഒരു കവിതയുടെ ആശയം, മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ ആശയം പറഞ്ഞിട്ട് ഇത് AI കൊടുത്ത കവിതയാക്കി തരാമോ എന്ന് ചോദിച്ചു. പിന്നെ അത് കൊടുത്തു. കവിത വന്നു, ഇംഗ്ലീഷിലാണ് കേട്ടോ. ഞാനൊന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചത് ഇതേ കവിത മലയാളത്തിലാക്കാൻ പറ്റുമോ? പിന്നെന്ത് മലയാളത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലെ പ്രശസ്തമായ കവിതയോട് നമുക്ക് ഒത്തുനോക്കാൻ പറ്റും. അടിച്ചു വന്നു, മലയാളം അടിച്ചു വന്നു. ഞാൻ 3 തവണ ഞെട്ടി. ഞാൻ കൊടുത്ത കവിതയേക്കാൾ മികച്ച കവിതയായിരുന്നു അത്. മലയാളത്തിൽ എഴുതപ്പെട്ട പ്രശസ്തമായ കവിതയേക്കാൾ മികച്ച കവിതയാണ് AI എഴുതി എനിക്ക് തന്നത്. ഇവിടെ ഇരിക്കുന്നവർ കുറച്ച് പേരെങ്കിലും എഴുത്തുകാരാണെന്നുള്ളതുകൊണ്ട് വെളിയിൽ പോയി പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ പോയി പറഞ്ഞാൽ അവനവൻ്റെ കഞ്ഞിൽ പാറ്റ വീഴും. ഞാൻ പറയുകയാണ്, സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കവിതയുടെ ആശയമാണ് ഞാൻ പറഞ്ഞത്. സുഗതകുമാരിയുടെ രാത്രിമഴയേക്കാൾ മനോഹരമായൊരു കവിത AI എനിക്ക് അടിച്ചു എഴുതി തന്നു. എഴുത്തുകാരൻ എവിടെയാണ്? എഴുത്തുകാരൻ എവിടെയാണ്? തകഴിയുടെ ചെമ്മീനിനേക്കാൾ മികച്ച ഒരു ചെമ്മീനും, MTയുടെ 2-ാം മുഴത്തേക്കാൾ മികച്ച ഒരു 2-ാം മുഴവും, വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തേക്കാൾ മികച്ച ഒരു ഖസാക്കിൻ്റെ ഇതിഹാസം AI എഴുതി തരികയാണെങ്കിൽ എഴുത്തുകാരനെ എന്തിന്? എഴുത്തുകാരൻ എവിടെ? നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വളരെയൊന്നും അകലെയല്ലാതെ മലയാള സാഹിത്യത്തിലെ അവസാനത്തെ എഴുത്തുകാരൻ ശംഖുമുഖം കടപ്പുറത്ത് താഴുന്ന സൂര്യനെ നോക്കി കൈകെട്ടി നിൽക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല. അയാളുടെ കാൽച്ചുവട്ടിൽ നിന്ന് അയാളുടെ വായനക്കാരൻ്റെ നിഴൽ കരയിലേക്ക് നീളുന്നുമുണ്ടാവും. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കാൻ പോവുകയാണ്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ബെർണാർഡോ ബെർട്ടലൂച്ചിയുടെ ലോകപ്രസിദ്ധ സിനിമയായ ദ ലാസ്റ്റ് എംപറർ എന്ന സിനിമയുടെ ശീർഷകം ഓർക്കുകയാണ്, ദ ലാസ്റ്റ് എംപറർ. ഈ ലാസ്റ്റ് എംപറിൻ്റെ ക്ലൈമാക്സിൽ ചൈനയിലെ അവസാനത്തെ ചക്രവർത്തി വാർദ്ധക്യകാലത്ത് താൻ ഒരു ഡപ്പ ഈ രാജാവിൻ്റെ കയ്യിൽ കിട്ടുകയും ആ ഡപ്പ തുറന്നു നോക്കുമ്പോൾ താൻ കുട്ടിക്കാലത്ത് അതിൽ അടച്ചു വെച്ച ഒരു ചിത്രശലഭത്തിൻ്റെ ദ്രവിച്ച, കരിഞ്ഞ, കാലം ചവച്ചു തുപ്പിയ ചിറകുകളാണ് കാണുന്നത്. മലയാളത്തിലെ അവസാനത്തെ എഴുത്തുകാരൻ്റെ കയ്യിൽ തടയുന്ന ഭൂതകാലത്തിൻ്റെ ഡപ്പയിൽ ഏത് സ്വപ്നമാണ് കരിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴും എനിക്ക് ധൈര്യമില്ല. അപ്പോൾ അവസാനത്തെ എഴുത്തുകാരനും അവസാനത്തെ വായനക്കാരനും സൂര്യാസ്തമയം നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട അപ്പൻ സാറിൻ്റെ ലേഖനത്തിലെ വിവേകശാലിയായ വായനക്കാര എന്ന ശീർഷകം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് എന്നതിലെ വൈരുദ്ധ്യം എന്ത് ഭയങ്കരമാണ്. ഏത് വായനക്കാരൻ വിവേകശാലി? അപ്പോൾ ചോദിക്കും AI എഴുതുന്നത് വായിക്കാൻ ആൾ വേണ്ടി. അത് വായിക്കുന്ന ഉപഭോക്താവായിരിക്കും, വായനക്കാരനല്ല. വായനക്കാരൻ എഴുത്തുകാരൻ്റെ ഇരട്ടയാണ്. എഴുത്തുകാരൻ്റെ ആൾട്ടർ ഈഗോയാണ് വായനക്കാരൻ. ആ നിലയിൽ നിന്നാൽ മാത്രമേ അയാൾക്ക് വായനക്കാരനാകാൻ പറ്റൂ. മറ്റേത് ഉപഭോക്താവ് മാത്രമാണ്. കമ്പ്യൂട്ടറിൽ കയറി ഒരു കഥയോ കവിത വായിക്കുന്നവൻ വായനക്കാരനല്ല. അപ്പോൾ അത് ഉപഭോക്താവാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അപ്പൻ സാർ എഴുതിയ ലേഖനം നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ
അസ്വസ്ഥകരമായ, ആശങ്കാകുലമായ, വ്യാകുലതകൾ നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഒരു ഇൻ്റർവ്യൂവിൽ അപ്പൻ സാറിനോട് ചോദിച്ചു, താങ്കളുടെ ഇത് അപ്പൻ സാറിൻ്റെ നല്ല പ്രായത്തിലാണ് കേട്ടോ, അദ്ദേഹം ഗന്ധർവൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന കാലത്താണ് ഈ ചോദ്യം. താങ്കളുടെ എഴുത്തിന് ആധുനിക പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ കടുത്ത സ്വാധീനമില്ല. അപ്പൻ സാറിൻ്റെ മറുപടി, എന്നിൽ പലതിൻ്റെയും സ്വാധീനമുണ്ട്. എൻ്റെ അമ്മയുടെ പുളിയലക്കരയിൽ നേരിയതിൻ്റെ വരെ സ്വാധീനം എൻ്റെ ഗദ്യത്തിലുണ്ട്. നിങ്ങൾ വളരെ നിഷ്കളങ്കമായി അങ്ങ് വായിച്ചു പോകരുത്. എൻ്റെ ഭാഷയിൽ, എൻ്റെ ഗദ്യത്തിൽ എൻ്റെ അമ്മയുടെ പുളിയലക്കരയിൽ നേരിയതിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പൻ സത്ത എന്ന് വിളിക്കാവുന്ന മുഴുവൻ സത്തയും ഉണ്ടെന്ന് മാത്രമല്ല, മലയാള സാഹിത്യ വിമർശനത്തിൽ അപ്പൻ എന്താണ് ചെയ്തതെന്ന് വരെ അതിനകത്തുണ്ട്. അത് അപഗ്രഹിച്ചാൽ നമുക്ക് കിട്ടും. ആലോചിച്ച് നോക്കും, നമ്മൾ ഈ സ്വാധീനം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുമാരനാശാൻ്റെ സ്വാധീനം, അല്ലെ വില്യം ഷേക്സ്പിയറുടെ സ്വാധീനം, ആൽബർട്ട് കമ്യുവിൻ്റെ സ്വാധീനം, കാഫ്കയുടെ സ്വാധീനം, മലയാള പ്രകൃതിയുടെ സ്വാധീനം, ഭാരതപ്പുഴയുടെ സ്വാധീനം എന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. ആരെങ്കിലും പറയുമോ തൻ്റെ എഴുത്തിൽ എൻ്റെ അമ്മയുടെ പുളിയലക്കരയെ നേരിയതിൻ്റെ സ്വാധീനമുണ്ട്? പുളിയൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത പുളിയലക്കര നേരിയതുകൊണ്ട് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ് ഇൻ്റർവ്യൂവർക്ക്. കാരണം വിമർശനപരമായ ചോദ്യമാണല്ലോ. ആ ഒറ്റ ചോദ്യം ഇത് നിങ്ങൾ ആലോചിക്കണം, 60-കളിലൊക്കെയാണ്. 60കളുടെ അവസാനം എന്നൊക്കെ പറയുന്നത് മലയാള ഗദ്യം എന്ന് പറഞ്ഞാൽ മുരട്ട് പ്രൊഫസർമാർ പോത്ത് മുക്കറയിടുന്ന പോലെ ഗദ്യം എഴുതിയിരുന്നൊരു കാലമാണ്. അക്കാഡമിക് വിഡ്ഢികളെന്ന് വിളിക്കാവുന്ന അവർ മലയാള ഭാഷയെ പിന്നെ യാഥാസ്ഥിതിക സങ്കല്പങ്ങൾ കൊണ്ട്, യാഥാസ്ഥിതിക ഭാഷാപ്രയോഗങ്ങൾ കൊണ്ട് പിണ്ണാക്കിനേക്കാൾ വരേണ്ട ഒരു സമാധാനമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പൻ സാർ എഴുത്തുമായി വരുന്നത്. 60കളുടെ മധ്യത്തിൽ ചേർത്തല SN കോളേജിൽ ജോയിൻ ചെയ്ത് പുസ്തകങ്ങളിങ്ങനെ വായിച്ച് കൂട്ടിയിരുന്ന കാലത്ത് അന്ന് പ്രസിദ്ധമായിരുന്ന, അന്ന് കത്തിക്കായിരുന്ന കൗമുദി ആഴ്ചപ്പതിപ്പിലാണ് KP അപ്പൻ എഴുതി തുടങ്ങിയത്. അദ്ദേഹം ഏണിപ്പടികൾ എന്ന നോവലിനെ വിമർശനം ചെയ്തുകൊണ്ട് എഴുതി. അതിനകത്ത് ശീർഷകം നമുക്ക് 65-ൽ ഏണിപ്പടികളെക്കുറിച്ച് ഒരു വിമർശന ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഒന്നുകിൽ ഏണിപ്പടികൾ ഒരു പഠനം എന്നായിരിക്കും, അല്ലെങ്കിൽ അധികാര ശ്രേണിയുടെ യഥാർത്ഥ ചിത്രീകരണം എന്നായിരിക്കും, അല്ലെങ്കിൽ കുട്ടനാട് മുതൽ സെക്രട്ടേറിയറ്റ് വരെ എന്നായിരിക്കും. അങ്ങനെ പഠനത്തിന് ലേഖനം ടൈറ്റിലിടുന്നതിനകത്തൊരു സാമ്പ്രദായികതയുണ്ട്, ഇന്നും ഉണ്ടല്ലോ. അപ്പൻ അതിനിട്ട ശീർഷകം അങ്ങനെയല്ല. അതിൽ ജ്യോതിർമയി ദേവി എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പനിട്ട ശീർഷകം ജ്യോതിർമയി ദേവിയെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്നായിരുന്നു അപ്പനിട്ട ശീർഷകം. നിങ്ങൾ പറയുന്ന ഒരു ശീർഷകം മാത്രമൊന്നുമല്ല, കെ ബാലകൃഷ്ണൻ പറഞ്ഞത് ഒരു ഒറ്റ ശീർഷകത്തിലൂടെ മലയാള സാഹിത്യ വിമർശനത്തിൽ ഒരു വസന്തം ഉദ്ഘാടനം ചെയ്തു KP അപ്പൻ എന്നാണ് കെ ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്. യാഥാസ്ഥിതിക ഭാഷാ മനോഭാവങ്ങളെ ഒറ്റയടിക്ക് ശാന്തി കവാടത്തിലെത്തിക്കുന്ന എഴുത്തായിരുന്നു KP അപ്പൻ 60കളിൽ നടത്തിയത്. ഒറ്റയടി ശാന്തി കവാടത്തിലാണ്. നിങ്ങൾക്കറിയാമോ, 60കളുടെ ഒടുവിൽ എഴുതി കയറുകയായിരുന്ന എത്ര KP-മാർ ഇല്ലാതായി എന്ന്? KP അപ്പൻ ജ്വലിച്ചപ്പോൾ ഇല്ലാതായ ഒരു KP-യാണ് KP ശങ്കരൻ. എത്തിപ്പിടിച്ചില്ല. ഇന്നേത് പത്രത്തിൽ എന്തോ അതിനൊരു അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഒരു KP ശശിധരൻ ഉണ്ടായിരുന്നു, ഒരു KP ശരത്ചന്ദ്രൻ ഉണ്ടായിരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അപ്പൻ്റെ മുമ്പിൽ. 1/2 ഡസൻ KP-മാരുടെ വാഷൗട്ടായി, ഡിലിറ്റ് ചെയ്യപ്പെട്ടു പോയി അപ്പൻ സാറിൻ്റെ എഴുത്ത്. മാമം കാളച്ചന്തയിൽ പോയി നല്ല ഇനം പോത്തിനെ തിരഞ്ഞെടുക്കാൻ പല്ലുകൾ എണ്ണി നോക്കി സൂക്ഷ്മമായി തിരഞ്ഞെടുക്കുന്നവരെ നിങ്ങളൊരു കലാസൃഷ്ടിയെ സൂക്ഷ്മമായി നോക്കരുത്. ഇത് രണ്ടും രണ്ടാണ്. അതാണ് അപ്പൻ മലയാള സാഹിത്യ വിമർശനത്തിൽ അവതരിപ്പിച്ച മനോഭാവം. അതിപ്പോൾ ആധുനിക കാലത്ത് PK രാജശേഖരനും MK ഹരികുമാറിനും പർസൻ്റാനും ചെയ്യുന്നു അത് തന്നെയാണ്. മാമൻ കാളച്ചന്തയിൽ പോയി പല്ലുകൾ എണ്ണി നോക്കി നല്ല ഇനം കാളകളെ തീരുമാനിക്കേണ്ടവർ. അവർക്ക് യാതൊരു സൗന്ദര്യ ഭാവനയും അവരുടെ എഴുത്തിലില്ല. നിങ്ങൾ ഒരു കവിതയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ആ കവിത നിങ്ങളിൽ ഉണ്ടാക്കിയ സൗന്ദര്യ പരിഭ്രാന്തിയുടെ പരാഗം നിങ്ങളുടെ എഴുത്തിൽ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളൊരു കവിതയെക്കുറിച്ചാണ് എഴുതുന്നതെന്ന് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നണം. അല്ല, നിങ്ങൾ എഴുതുന്നത് കുമരകം കക്കയെക്കുറിച്ചാണെന്ന് തോന്നിക്കരുത്. നിങ്ങൾ എഴുതുന്ന ശങ്കർ സിമൻറ്റിനെ കുറിച്ചാണെന്ന് നിങ്ങളുടെ ഭാഷ കൊണ്ട് തോന്നിക്കരുത്. അത് KP അപ്പൻ മലയാള സാഹിത്യ വിമർശനത്തിൽ ഉദ്ഘാടനം ചെയ്ത മനോഭാവമാണ്.
അതാണ് KP അപ്പൻ ഇപ്പോഴും നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇദ്ദേഹം ഒരു വാസ്തവത്തിലൊരു നിരൂപകനാണോ കലാകാരനാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഒരു തരം ഒരു 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 30% കലാവ്യക്തിത്വം ഇല്ലാത്ത ഒരു സാഹിത്യ വിമർശകന് എന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൻ അവതരിപ്പിച്ച രണ്ടാമത്തെ വിസ്ഫോടകമായ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അപ്പനൊരു അധ്യാപകനാണ്. ഈ അധ്യാപകന് ഇന്നും പുസ്തകത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എഴുതുന്നത്. അപ്പൻ സാഹിത്യ വിമർശനത്തിൽ ചെയ്തത് നിങ്ങൾ 100 തവണ വായിച്ച പുസ്തകം നിങ്ങളെ അപരിചിതമാക്കി തീർക്കുക എന്നതാണ്. ഇടപ്പള്ളി രാഘവൻപിള്ള ഒരു പ്രേമ നൈരാശ്യത്താൽ തൂങ്ങിച്ചെത്തുന്നില്ലേ നമ്മളെല്ലാം ഇപ്പോഴും ധരിക്കുന്നത്. 1970 എഴുതിയ ഒരു ലേഖനത്തിൽ അത്ര ചീപ്പായ ഒരു കാരണം കൊണ്ട് തൂങ്ങിച്ചാവുന്ന വേണ്ട കവിയല്ല ഇടപ്പള്ളി രാഘവൻപിള്ള എന്നാണ് അപ്പൻ എഴുതിയത്. അപ്പൻ ആ എടപ്പള്ളി രാഘവൻപിള്ളയുടെ വ്യക്തിത്വത്തെ അപഗ്രഹിച്ചുകൊണ്ട് എടപ്പള്ളി രാഘവൻപിള്ള ഒരു റൊമാൻറ്റിക് ഔട്ട്സൈഡർ ആണെന്നും പ്രേമ നൈരാശ്യം ഇല്ലായിരുന്നുവെങ്കിലും രാഘവൻപിള്ളരെ പിന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നും എഴുതി. അത് മലയാള സാഹിത്യ വിമർശനത്തിന് പരിചയമുള്ളൊരു വഴിയല്ല എന്ന് വെച്ച് തീരെ പരിചയമില്ലെന്ന് പറഞ്ഞുകൂടാ. ലീലാകാവ്യത്തിലെ അവളുടെ ശൈനീയ ശായിയാം അവൻ ഒരു നാളിൽ ഉണരാതായി എന്ന ഒറ്റ വാക്യം ഈരടി വെച്ചിട്ട് ലീല ഭർത്തൃഘാതകിയാണെന്ന് കുട്ടിക്കൃഷ്ണമാരാർ എഴുതി. കുട്ടിക്കൃഷ്ണമാരാർ അത് എഴുതിയപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ എഴുതുന്ന 60കളുടെ തുടക്കത്തിലാണ്. ആളുകളിൽ ലീല വായിച്ച് പഠിപ്പിച്ച പ്രൊഫസർമാരെല്ലാം വരണ്ടുപോയി. അവർ വീണ്ടും ഒന്നേന്ന് ലീല വായിക്കേണ്ടി വന്നു. എന്താണ് ചെയ്തത്? ലീലയെ അപരിചിതമാക്കി തീർത്തു. അതാണ് ഒരു സാഹിത്യ വിമർശകൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ജോലിയൊന്നും സാഹിത്യ വിമർശനമില്ല. നിങ്ങളിൽ കുറച്ചുള്ള നിക്ഷിപ്ത ബോധങ്ങളെ തകർക്കുക എന്നതാണ് മികച്ച സാഹിത്യ വിമർശകൻ എപ്പോഴും ചെയ്യുന്നത്. അല്ല, നമ്മൾ ചില എന്തെല്ലാം ക്ലീഷകളിലാണ് നമ്മൾ എഴുത്തുകാരെ എടുത്തിരിക്കുന്നത്. ആശാൻ ആശയഗംഭീരൻ ഇപ്പോൾ ആരും പറയാറില്ല. അതുപോലെ തന്നെ മഹാകവിത്രയം. എന്ത് ത്രയം? ഒരു ത്രയവുമില്ല. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതായത് മലയാള സാഹിത്യത്തിൽ ഭാഷാപ്രയോഗങ്ങളുടെ മനോഭാവങ്ങളുടെ ഭാവനയുടെ വലിയ യാഥാസ്ഥിതിക എടുപ്പുകൾ നിലനിന്നിരുന്നൊരു കാലത്താണ് KP അപ്പൻ എന്ന മെലിഞ്ഞ 30 വയസ്സെത്തിയിട്ടില്ലാത്ത ദുർബല ശരീരനായ ഒരാൾ ഇതിനെയെല്ലാം തകർത്തത്. ലോകപ്രശസ്ത സംവിധാനം ആൽഫ്രഡ് ഹിച്ച്കോക്കിനോട് ഒരു ചോദ്യം ചോദിച്ചു പത്രപ്രവർത്തകൻ, എന്താണ് ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ? ഹിച്ച്കോക്ക് പറഞ്ഞു നോട്ട് ഡൗൺ എന്ന് പറഞ്ഞു, എഴുതിയെടുക്കാൻ പറഞ്ഞു. 1 ഇറ്റ് ഈസ് സ്ക്രീൻ പ്ലേ. എഴുതി. 2 ഇറ്റ് ഈസ് സ്ക്രീൻ പ്ലേ. എഴുതി. 3 ഇറ്റ് ഈസ് സ്ക്രീൻ പ്ലേ. അതിനെ അനുകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് KP അപ്പൻ മലയാള വിമർശനത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, KP അപ്പൻ ഭാഷയാണ് 1. 2 ഭാഷയാണ് KP അപ്പൻ. 3 ഭാഷയല്ലാതെ യാതൊന്നും ആവേണ്ട കാര്യം KP അപ്പനില്ല. സാഹിത്യത്തിലെ ഏത് വിപ്ലവവും ആത്യന്തികമായി മൗലികമായി ഫിനിഷിംഗ് പോയിന്റിൽ ഭാഷാ വിപ്ലവമാണ്. വേറെ ഒരു വിപ്ലവത്തിനും സാഹിത്യത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. എഴുത്തച്ഛൻ ഭാഷാ വിപ്ലവമാണ്, കുമാരനാശാൻ ഭാഷാ വിപ്ലവമാണ്, ചങ്ങമ്പുഴ ഭാഷാ വിപ്ലവമാണ്, ബഷീർ ഭാഷാ വിപ്ലവമാണ്, OV വിജയൻ ഭാഷാ വിപ്ലവമാണ്, KP അപ്പൻ ഭാഷാ വിപ്ലവമാണ്. വേറെ ഒരു വിപ്ലവവും സാഹിത്യത്തിൽ നിൽക്കില്ല. വേറെ വിപ്ലവം നടത്താനുള്ള പണി എഴുതാൻ്റെ പണിയല്ല എന്നും പറഞ്ഞ് ഭാഷാ വിപ്ലവം നടത്തുന്നത് എളുപ്പമാണ്? ഒരിക്കലും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങ് ഭാഷാ വിപ്ലവം എഴുതിയാളാവുമായിരുന്നില്ലേ? ഞാനൊരു 6-7 പേരുകളല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പേരുകൾ കൊടുക്കും, അല്ലേ കൂട്ടിച്ചേർക്കാൻ പറ്റും. നിങ്ങൾക്കതിൽ 15 പേരുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഭാഷാ വിപ്ലവം വരികളെന്ന് പറഞ്ഞിട്ട്. അതാണ് ഭാഷാ വിപ്ലവം. ഒരു എഴുത്തുകാരൻ, ഒരു വായനക്കാരൻ്റെ, ഞാൻ എൻ്റെ എന്ന് പറയട്ടെ, ഞാൻ ഒരുപാട് എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് എഴുത്തുകാരുടെ ആരാധകനാണ് ഞാൻ. പക്ഷേ ആ എഴുത്തുകാരൻ ഏത് വാക്യത്തിലാണ്, ഏത് മെറ്റഫറിലാണ്, ഏത് നിമിഷത്തിലാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയതെന്ന് എല്ലാവരെക്കുറിച്ചും എനിക്ക് പറയാൻ സാധിക്കില്ല. 2-3 പേരെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒന്നിപ്പോൾ എം ടി ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്. വായിച്ച് വിത്തുകൾ എന്ന കഥയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് മദ്രാസിലേക്ക് പോകുന്ന അമ്മയെ അന്ന് കോളേജിൽ പരീക്ഷാകാലമായിരുന്നതിനാൽ വീട്ടിൽ പോയി കാണാൻ സാധിക്കാത്ത എം ടി തന്നെയാണ് വിത്തുകൾ എന്ന കഥയിലുണ്ട്. ആ ട്രെയിനിൻ്റെ ആ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ അമ്മ മുണ്ടിൻ്റെ കോന്തലഴിച്ച് ഒരു ഒറ്റ നാണയം ഇങ്ങനെ നീട്ടും. എം ടി അതിങ്ങനെ വാങ്ങും. ഭയങ്കര നിമിഷമാണത്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലാണ് തോന്നുന്നു വേണമെന്ന്. ആ കഥ പിന്നെ അങ്ങോട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചില്ല. കുറച്ചു നേരം അതിൻ്റെ ആഘാതം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ പുസ്തകം അടച്ചു.
ചെറിയ പ്രായമാണ്, പ്രീ ഡിഗ്രി പ്രായമാണ്. വിവരമില്ലായ്മ കൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. അപ്പോൾ അന്നൊക്കെ നമ്മൾ നിഷ്കളങ്കരല്ലേ. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കറിയാം 1 കോടി ദ്വീപുകൾ വിലയ്ക്ക് വാങ്ങാൻ മൂല്യമുള്ളൊരു ഒറ്റ നാണയമാണത്. ആ നിമിഷത്തിൽ MT എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. ഇന്നലെ ഞാനൊരു ചെമ്പനീർ പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് വായിച്ചപ്പോൾ ഞാൻ ചങ്കമ്പുഴ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. KP അപ്പൻ ഏത് നിമിഷത്തിലാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇവിടെ ഷെയർ ചെയ്യാതിരിക്കുന്നതിൽ ശരിയല്ലല്ലോ. 1971 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ഞാൻ പഠിക്കുന്ന കാലം, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ദേശാഭിമാനി ഓണപ്പതിപ്പിൽ KP അപ്പൻ്റെ ഒരു ലേഖനം ഞാൻ കണ്ടു. അപ്പം ഞാൻ KP അപ്പനെ നേരത്തെ വായിച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. വായിച്ചപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ലേഖനമാണ്. ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കേരളം കണ്ട ഏറ്റവും വലിയ സ്വതന്ത്ര ചിന്തകനാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ആലുവ UC കോളേജിൽ, ഈ വർക്കല SN കോളേജ് ചേരുന്നതിന് മുമ്പ് ആലുവ UC കോളേജിൽ KP അപ്പൻ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. ആ ജോലി പോയ കാരണം ഒരു രസമാണ്. കുട്ടികളെ വർഷാവസാനം ടൂറിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു എനിക്ക് ആ പണിയില്ല, ജോലി കളഞ്ഞിട്ട് പോകും, ടൂറിന് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും എനിക്ക് പറ്റില്ല. അവിടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അധ്യാപകനായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടെ നടന്നൊരു കലുങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു ചിത്രമൊക്കെ അപ്പൻ സാർ ആ ലേഖനത്തിൽ വരുന്നുണ്ട്. പിന്നെ പൂർണ്ണമായും വിസ്മൃതനായ ഒരു പ്രതിഭാശാലിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. എന്നാൽ ഇങ്ങനെ പൂർണ്ണമായും വിസ്മൃതനാവേണ്ട ഒരാളല്ല. ജീവിച്ചിരുന്ന കാലത്ത് വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹം ഒരു തവണ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും എന്നെ ഇപ്പോഴും ഞെട്ടിക്കുന്നൊരു വാക്യം 1926 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞതെന്താണെന്ന് അറിയാമോ? ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം നമുക്ക് മഹാത്മാഗാന്ധിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ സമരം ചെയ്യേണ്ടി വരുമെന്ന്. എന്തൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണത്. കാരണം മഹാത്മാഗാന്ധി ദൈവവിഗ്രഹമായി തുടങ്ങുന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള 1926 കണ്ടു. പക്ഷേ വേണ്ടി വന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗാന്ധിയെ പുറത്താക്കിയപ്പോൾ ഗാന്ധിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ തുടരുന്നത്. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് നിങ്ങൾ 1971 കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് ഒരു മലയാളം പ്രൊഫസർ എഴുതുന്നതിന് ചില സാമ്പ്രദായിക രീതികളൊക്കെ ഉണ്ട്. അധ്യാപകൻ, യുക്തിവാദി, സ്വതന്ത്ര ചിന്തകൻ എന്നീ നിലകളിലെല്ലാം സുപ്രസിദ്ധനായ സമാദരണീയനായ ഒരാളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അത് സാധാരണ രീതിയിൽ എഴുതേണ്ടത്. എന്നാൽ അപ്പൻ എഴുതിയത് ഇങ്ങനെയാണ്. അപ്പം ആ ലേഖനം തുടങ്ങിയ ഇങ്ങനെയാണ്: കുറ്റിപ്പുഴയുടെ ക്ഷോഭിക്കുന്ന കണ്ണുകളാണ് എന്നെ ആദ്യം വശീകരിച്ചത്. കുറ്റിപ്പുഴയുടെ മുഖത്തിൻ്റെ ആകെ കൂടിയുള്ള ഭാവത്തെക്കുറിച്ച് ഞാൻ പിന്നെയും ആലോചിച്ചു. നീരാളിയ സ്വപ്നം കൊണ്ടുണർന്ന കൊച്ചു കുട്ടിയുടെ മുഖമായിരുന്നു അത്. കണ്ട ഭാഷ എടുത്തുകൊണ്ട് കുതിക്കുന്നുണ്ട. ഈ ഭൂമിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഡീഗോ മറഡോണ ഫുട്ബോളിൽ ഗോളടിക്കുന്ന പോലെയാണ് ഒരു സാഹിത്യ വിമർശകൻ ഗോളടിക്കുന്നത്. അതാണ് ആ നിമിഷത്തിൽ KP അപ്പൻ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. എന്തുകൊണ്ട് പ്രവേശിച്ചു? എനിക്കൊരിക്കലും ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല, ഒരിക്കലും ഇങ്ങനെ സങ്കല്പിക്കാനും സാധിക്കില്ല. മലയാളത്തിലെ ഒരു എഴുത്തുകാരനും ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് മനോഭാവത്തിൻ്റെ വലിയ വലിയ വിപ്ലവങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഭാഷയിൽ. ഞാൻ അപ്പൻ്റെ ഒരു അപ്പൻ അന്തരീക്ഷം വേണമല്ലോ പ്രസംഗത്തിനെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ഒരുപാട് ഞാൻ കാണാതെ പഠിച്ച് വെച്ചിട്ടുന്നതാണ്. എനിക്ക് ഡയലോഗുകളും ഗദ്യവും കാണാൻ പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. പദ്യം പഠിക്കില്ല. പദ്യം പഠിച്ചിരുന്നെങ്കിൽ വല്ല 5 മാർക്ക് കൂടെ കൂടുതൽ കിട്ടുമായിരുന്നു. കുമാരനാശാനെയൊക്കെ ഒന്ന് ഓടിച്ച് പോയി പോട്ടെ, ഇനി പറയണ്ട. അതായത് അപ്പൻ സാറ് അദ്ദേഹത്തിൻ്റെ 5 പതിറ്റാണ്ടിനിടയിൽ എഴുതിയ അസംഖ്യം ലേഖനങ്ങൾക്കിടയിൽ ഏതോ ഒരു വാക്യം, അത് ഏത് വാക്യമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, ഏതോ ഒരു വാക്യം എന്നിലൊരു സ്ഥലജലഭ്രമം സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച ഭാഷ മലയാളമാണ്. അത് അങ്ങനെ സ്ഥലജല ഗന്ധർവ മതിഭ്രമങ്ങൾ സൃഷ്ടിക്കുക എന്നതാവണം ലോകത്തിലെ എല്ലാ എഴുത്തുകാരൻ്റെയും ലക്ഷ്യം. അത് സത്യമായിരിക്കില്ല. പക്ഷേ അതിനു വേണ്ടിയ ഏകാന്തമായ ദീർഘദൂര ഓട്ടമാണ് എഴുത്തുകാരുടെ എഴുത്ത്. അത് ഒരിക്കലും നമ്മൾ നേടില്ല. അതിൻ്റെ 50% നേടില്ല, 10% നേടില്ല, 2%. പക്ഷേ ആ ദീർഘദൂര ഓട്ടം നിങ്ങളുടെ വിയർപ്പും സേതഗണങ്ങളും മാത്രം പിന്തുണ നൽകുന്ന പരാജയം ഉറപ്പായ ആ ദീർഘദൂര ഓട്ടമായിരിക്കണം ഒരു എഴുത്തുകാരൻ നടത്തേണ്ടത്. ഞാൻ അലൻ സിലിറ്റോയുടെ നോവലിൻ്റെ ശീർഷകം ഓർക്കുകയാണ്: ലോൺലിനെസ് ഓഫ് എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. ഒരു കഥയുടെ ശീർഷകമാണ് ലോൺലിനെസ് ഓഫ് എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. ഒരു മലയാള സാഹിത്യകാരന് ആലോചിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? മലയാള സാഹിത്യം മൗലികമല്ല,
ഞാൻ പണ്ട് എം കൃഷ്ണൻ നായർ സാറ് മലയാളം 8 കാശിൻ്റെ സാഹിത്യമാണെന്ന് പറഞ്ഞപ്പോൾ ക്ഷുഭിതനായിട്ടുണ്ട്. ഇപ്പോൾ തോന്നുമാര് സാറ് പറഞ്ഞത് ശരിയാണ്, മൗലിക പ്രതിഭ എന്നത് മലയാള സാഹിത്യത്തിനില്ല. 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓഥർ. ലൂയി പിരാന്തലയുടെ നാടകത്തിൻ്റെ ടൈറ്റിലാണ്. ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പോകും ഒരു എഴുത്തുകാരനെ അന്വേഷിച്ച് നടക്കുന്ന 6 കഥാപാത്രങ്ങൾ. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് എന്തെല്ലാം രചനകളുണ്ടായെന്നറിയാമോ? നമ്മുടെ ഭാർഗവീ നിലയം പോലും അതാണ്. അവൾ കാത്തിരിക്കുകയല്ലേ, അവളുടെ കഥ എഴുതാൻ വേണ്ട എഴുത്തുകാരനെ കാത്തിരിക്കുകയാണ്. അതിലേക്കല്ലേ ഈ സാഹിത്യം ഇറങ്ങി നിന്ന് കയറുന്നത്. അത് ഡെഫിനറ്റ്ലി ലൂയി പിരാന്തലയുടെ 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓഥർ എന്ന ആ സിനിമയുടെ കൺസെപ്റ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണ്. അന്ന് ബഷീറിന് അത്തരം നാടകങ്ങളെക്കുറിച്ച് അറിവ് MP പോളിലൂടെ കിട്ടിക്കാണും. MP പോളിൻ്റെ സന്തോഷകാരിയായിരുന്നു ബഷീർ. ഞാൻ പറഞ്ഞത് എഴുത്തുകാരൻ ഇങ്ങനെ എന്തുമാത്രം ദീർഘദൂര ഓട്ടങ്ങൾ നടത്തുന്ന ഒരു ലോകമാണ് സാഹിത്യത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കണം. ദീർഘദൂര ഓട്ടക്കാരൻ ഏകാന്തത അനുഭവിക്കുന്നുവെന്ന് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലെ, ഫ്ലെമിങ് പെൻസിലിൻ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതുപോലെ ഒരു എഴുത്തുകാരൻ കണ്ടുപിടിക്കുകയാണ്. 5 വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ മാത്രമല്ല ഭൂമി അളന്ന് കുറിക്കുകയാണ്. വലിയ മഹത്തായ എഴുത്ത് ഒന്നുകിൽ ഡിസ്കവറി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെൻഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഡിസ്കവറിയോ അങ്ങനെ ഒരു ഇൻവെൻഷനോ നടക്കാത്തത് സാഹിത്യമാണ് മലയാള സാഹിത്യം എന്നതിലാണ് കൃഷ്ണൻ നായർ സാർ പറഞ്ഞത് 8 കാശിൻ്റെ സാഹിത്യമാണെന്ന്. ഞാൻ ഭാഷ, ഭാവന, അട്ടിമറി എന്നീ 3 സങ്കല്പങ്ങളിൽ കൂടിയാണ് KPFനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത്. പക്ഷേ അത് 1, 2, 3 അല്ല, 2, 3, 4 1 എന്ന് പറഞ്ഞത് ആധുനികത എന്ന വാക്കാണ്. KPFനെ കുറിച്ച് ആധുനികതയെ എന്ന വാക്കിനെയും അത് ആധുനികതയെ ചുറ്റിപ്പറ്റി മലയാള സാഹിത്യത്തിൽ നടന്ന വൻപിച്ച വിക്ഷോഭങ്ങളെയും പരാമർശിക്കാതെ പോകാൻ സാധിക്കില്ല. അതിലൂടെ മാത്രമേ നമുക്ക് ഈ ലേഖനത്തിലേക്കും വരാൻ സാധിക്കൂ. ആധുനികതയുടെ മലയാള സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് ഒരേ ഒരു അഡ്വക്കേറ്റ് ജനറലേ ഉണ്ടായിട്ടുള്ളൂ, അത് KPFനാണ്. നമ്മൾ ഒരു ആധുനികത, ഒരു സങ്കല്പം, ഒരു മനോഭാവം എന്ന നിലയിൽ നോക്കുമ്പോൾ എഴുത്തച്ഛൻ ആധുനികനാണ്, കുമാരനാശാൻ അങ്ങനെ വരും. പക്ഷേ ഈ പാശ്ചാത്യ സാഹിത്യത്തിൽ മോഡേണിറ്റി എന്ന് പറയുന്ന സാങ്കേതികതയോട് ഇണക്കി നിർത്താവുന്ന സാഹിത്യം മലയാളത്തിൽ ഉണ്ടാകുന്നത് 60കളിലാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ആധുനിക കവിത കുരുക്ഷേത്രമാണെന്നല്ല. മലയാളത്തിലെ ആദ്യത്തെ ആധുനിക കവിത 1951 അക്കിത്തം എഴുതിയ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമാണ്. അത് തമസ്കരിക്കപ്പെട്ടു. നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം ടൈറ്റിൽ വന്നപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ ഇത് മറ്റേതിൻ്റെ മാറ്റലിയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം വരുന്ന 66-ലല്ലേ, 67-ലില്ലേ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ടൈറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു മലയാളത്തിൽ. ആ ടൈറ്റിലെങ്കിലും അക്കിത്തത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണ്, അത് ആരും പറഞ്ഞില്ല. പോട്ടെ. അപ്പോൾ പിന്നീട് കുരുക്ഷേത്രവും കാക്കനാടൻ, സക്കറിയ, പത്മരാജൻ തുടങ്ങിയ കഥാകൃത്തുക്കളുടെ രചനകളും വന്നപ്പോഴും ആധുനികത എന്ന ഒരു ബോധമായി അത് ഉറച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് KPFൻ എഴുതി തുടങ്ങിയപ്പോഴാണ്. അത് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 1970 മലയാള നാട് ഓണപ്പതിപ്പിൽ കാക്കനാടനെ മനസ്സിലാക്കുക. 1970, മറക്കരുത്. എത്ര പഴയതാണെന്ന് പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. കാക്കനാടനെ മനസ്സിലാക്കുക എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ കാലത്ത് ആധുനികതയുടെ ലേബൽ പതിഞ്ഞ എല്ലാ എഴുത്തുകാരുടെയും പ്രധാനപ്പെട്ട സൃഷ്ടികളെ എല്ലാം പരാമർശിച്ചപ്പൻ എഴുതുകയും ആധുനികത വലിയ നഗരത്തിൽ സംസാര വിഷയമാവുകയും ചെയ്തു എന്നതാണ് സത്യം. ആധുനികതയെ നഗരത്തിലെ സംസാര വിഷയമാക്കിയത് KPFനാണ്. KPFന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവിടെ ആധുനികത സംഭവിച്ചത്. KPFൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. കാക്കനാടന് കൊല്ലം ചിന്നക്കടയിലും, M. മുകുന്ദന് ചാന്ദിനി ചൗക്കിലും, പുനത്തിൽ കുഞ്ഞത്തുള്ളയ്ക്ക് വടകരയിലും തട്ടുചായക്കട നടത്തി ജീവിക്കേണ്ടി വരുമായിരുന്നു. അപ്പം പക്ഷേ ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഡോസ്റ്റോവസ്കിയുടെ കാരമോവ് സഹോദരന്മാരുടെ ഒരു ചാപ്റ്ററിനെ കുറിച്ച് എഴുതി. ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഉന്നതനായ മതദ്രോഹ വിചാരകൻ എന്ന ലേഖനത്തെക്കുറിച്ച് അപ്പൻ മാഷ് എഴുതിയത്. ഞാൻ KPFൻ്റെ ഒരുപാട് ഭാഷാരൂപങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുകയാണ്, നിങ്ങൾക്കൊരു അപ്പൻ ഫീൽ ഉണ്ടാകാൻ വേണ്ടിയാണത്. അപ്പോൾ സാധാരണ അതിൻ്റെ ഉന്നതമായ ദൈക്ഷണികതയെക്കുറിച്ച്, ഈ ഉന്നതനായ മതദ്രോഹ വിചാരകൻ എന്ന ശീർഷകമുള്ള അധ്യായത്തിൻ്റെ ഉന്നതമായ ദൈക്ഷണികതയെക്കുറിച്ച് അപ്പൻ എഴുതുകയാണ്. അന്ന് അത്തരം ഒരു ദൈക്ഷണികതയെക്കുറിച്ച് ഒരു അക്കാഡമിക് പ്രൊഫസർ എഴുതിയാൽ ചിന്താബന്ധിരം, ആലോചനാമൃതം എന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. അപ്പൻ എഴുതി നോക്കൂ. അപ്പൻ എഴുതി എന്താണ്? ഇത് വായിക്കുമ്പോൾ സ്പെയിനിലെ ഭദ്രാസന പള്ളിയുടെ മുഴുവൻ ഭാരവും നിങ്ങളുടെ ചിന്ത പേറാൻ തുടങ്ങുന്നു. എന്തൊരു എഴുത്താണത്! ഇത് വായിക്കുമ്പോൾ
സ്പെയിനിലെ ഭദ്രാസനപ്പള്ളിയുടെ മുഴുവൻ ഭാരവും നിങ്ങളുടെ ചിന്ത പേറാൻ തുടങ്ങും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്ത് സാഹിത്യവിമർശകൻ്റെ ഇമാജിനേഷൻ. അവിടെ ടോസ്റ്റോവ്സ്കിയുടെ കാരമോസ് സഹോദരന്മാരിലെ ഒരു ടോസ്റ്റോവ്സ്കിയൻ ധൈഷണിക ഭാവം ആവിഷ്കരിക്കാൻ പിന്നെ ഈ പറഞ്ഞ സ്പെയിനിലെ ഭദ്രാസന പള്ളിയെ അതിൻ്റെ നിലയ്ക്കാത്ത മണികളോടെ മലയാള ഗദ്യത്തിലേക്ക് കൊണ്ടിറക്കുമ്പോൾ വാസ്തവത്തിൽ അത്രയും ഭാരം താങ്ങാനുള്ള തോൾ ബലം അന്ന് മലയാള ഗദ്യത്തിനുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോത്ത് മുക്കറയിടുന്ന പോലെ മലയാള ഗദ്യം എഴുതുന്ന കാലമാണ്. അത്രയും തോൾ ബലം മലയാള സാഹിത്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ഒരു എഴുത്തുകാരൻ എഴുതുന്നു. നമുക്കിനി ആ ശീർഷകത്തിലേക്ക് വരാം. നിർദോഷമായൊരു ശീർഷകമാണെന്ന് തോന്നുന്നു. വിവേകശാലിയായ വായനക്കാര. അതിൽ അർത്ഥത്തിൻ്റെ ക്ലാസിക്കൽ രീതിയിലുള്ള 3 അടുക്കുകൾ അതിലുണ്ട്. അർത്ഥത്തിൻ്റെ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഭാഷാജ്ഞാനപരമായും സാഹിത്യ സൗന്ദര്യശാസ്ത്രപ്രകാരവും മലയാള ഒരു ഭാഷ അർത്ഥനിവേദനം നടത്തുന്നതിന് 3 പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു പേരാണ് കരവാരൻ രാമേന്ദ്രൻ തൻ്റെ സംഘടനയ്ക്ക് ഇട്ടിരിക്കുന്നത്, അഭിധ. എന്താ അർത്ഥം? നിങ്ങൾ കരവാരൻ രാമേന്ദ്രൻ്റെ അഭിധയിൽ പോയി പ്രസംഗിക്കുന്നവരല്ലേ, എന്താണ് അർത്ഥം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് അരമണിക്കൂർ സംസാരിക്കാം. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. ഞാനിത് സാഹിത്യ വിമർശനം നമുക്ക് പരീക്ഷ നമ്മുടെ പഠിക്കാതിരിക്കാവൂ. അഭിധ എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിനായിട്ട് പറഞ്ഞാൽ വാച്യാർത്ഥം എന്നാണ് അർത്ഥം. വേറെ 2 ഉള്ളത് ലക്ഷണ വ്യഞ്ജന. ലക്ഷണ എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥവും വ്യഞ്ജന ഗൂഢാർത്ഥവുമാണ്. ഇതിന് AR രാജരാജവർമ്മ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം വിട്ട് ഞാൻ അയ്യപ്പണിക്കരുടെ പ്രസിദ്ധമായ കവിത ഉദാഹരിക്കാം. പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ. എടുത്തു നോക്കൂ. അതിൽ എന്താണ് അല്ല 3 പേരിൽ ആദ്യം രാമേന്ദ്രൻ അഭിധ ലക്ഷണ വ്യഞ്ജന എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. കുറച്ച് സമയം വേണ്ടി വരും. പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ കൊന്ന പറയുകയാണ്. അതിൻ്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്തവണയും കൊന്ന പൂക്കും എന്നാണ്. അതിൻ്റെ വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ പൂക്കാതിരിക്കാൻ അദമ്യമായി ഈ കൊന്ന ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ അദമ്യമായി പൂക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോഴാണ് അതിൻ്റെ ഗൂഢാർത്ഥത്തിലേക്ക് വ്യഞ്ജനയിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അതായത് ഈ മനുഷ്യനെന്ന വൃത്തികെട്ടവൻ ഭൂമിയിലെ ഒരു പൂവുകളും അർഹിക്കുന്നില്ല എന്നാണ് ഈ മരം വിശ്വസിക്കുന്നത്. അഭിധ ലക്ഷണ വ്യഞ്ജന ആയില്ലേ? അപ്പോൾ എഴുത്തുകാർ വിവേകശാലിയായ, ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞാൽ രാമേന്ദ്രൻ അരമണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് പോയത് തന്നെ. അപ്പോൾ വിവേകശാലിയായ വായനക്കാര എന്ന് പറയുമ്പോൾ വായനക്കാരെ അപ്പം തന്നെ 2 ഉദാഹരണമെന്ന് അപ്പൻ സാർ ധനിപ്പിക്കുകയാണ്. വിവേകമില്ലാത്തവരും വിവേകമുള്ളവരും. പണ്ട് അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വെറുതെ വായനക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവേകശാലിയായ വായനക്കാരാണ്. അപ്പോൾ വിവേകമില്ലാത്ത വായനക്കാരൻ പോയി പണി നോക്കാൻ പറയുന്ന ഒരു അർത്ഥതലം കൂടി അതുണ്ട്. അതാണ് അതിൻ്റെ 3ാമത്തെ അർത്ഥതലം. അത് പോട്ടെ. വിവേകശാലിയായ വായനക്കാര എന്ന് പറയുമ്പോൾ അപ്പൻ സാറ് ജീവിത സായാഹ്നത്തിൽ എഴുതിയ ഒരു ലേഖനമാണിത്. ഈ ജീവിത സായാഹ്നത്തിൽ ചില തനിക്ക് നേരിടാൻ ബുദ്ധിമുട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒന്ന്, മലയാളത്തിൽ ആധുനികത ഇല്ലാതായി. ആധുനികത എന്നത് സംഭവിച്ചിട്ടില്ലേ എന്ന് നമുക്ക് തോന്നി തുടങ്ങി. കാര്യം ആധുനികതയുടെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്നവർ ഈ പറയുന്ന ബൂട്ട് പോളിഷിങ്ങും അധികാര സേവയൊക്കെ നടന്നു കാണുമ്പോൾ ഇവൻ്റെയൊക്കെ അസ്തിത്വ ദുഃഖത്തിന് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാനാവാതായി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. 2, ആധുനികതയ്ക്ക് ശേഷം പുതിയൊരു തലമുറ വന്നു കഴിഞ്ഞു. ആ പുതിയ തലമുറയെ കൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് ഞാനിപ്പം അപ്പൻ സാർ എഴുതി 20-25 വർഷത്തിന് ശേഷം പറയുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവൻ വരെ എഴുതി തള്ളി. മറ്റൊന്ന്, അതാണ് ഈ ലേഖനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് മലയാള സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്ക് ഒരുപാട് ചിത്രങ്ങൾ മാറും എന്ന് പറയുന്ന ഒരു ലേഖനം, ഒരു പുസ്തകം, ഒരു ലേഖനമാണത്. ഞാനതിനെ ചുരുക്കി ഒന്ന് പറയാം. 4 കാര്യങ്ങളാണ് KP അപ്പൻ പറയുന്നത്. നമ്മൾ ഒരു ലേഖനത്തെ ആസ്പദമാക്കി പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ കണ്ടന്റ് ഒന്ന് പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നതാണ്. അത് അത്രയും വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ലേഖനമൊക്കെ ആർക്കും വായിക്കാവുന്നില്ലേ. ഒന്ന്, താൻ എങ്ങനെ എന്തുകൊണ്ട് ആധുനികതയാൽ ജ്ഞാനസ്നാനപ്പെടുന്നു എന്നാണ് അതിൻ്റെ ഒരു പോർഷൻ, ആദ്യത്തെ പോർഷനിൽ അപ്പൻ പറയുന്നത്. അതിൻ്റെ ഞാൻ ഓരോ പോർഷൻ പറഞ്ഞ് അതിൽ എൻ്റെ കമൻറ്റൂടെ ചേർത്തങ്ങ് പോവുകയാണ്. അപ്പോൾ എൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പൻ ആധുനികതയിൽ ജ്ഞാനസ്നാനപ്പെട്ടത് നന്നായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെല്ലാം ഗതി പിടിച്ചു, പിന്നെ രക്ഷപ്പെട്ടില്ലേ. ഇപ്പോഴും അവർ ആ ഗ്ലാമറിൽ തന്നെയല്ലേ നിൽക്കുന്നത്.
കമ്മ്യൂണിസം കാണാൻ ടൂറിസ്റ്റുകൾ കേരളത്തിൽ വിമാനമിറങ്ങുമെന്ന തീവ്രമായ കമ്മ്യൂണിസ്റ്റ് പരിഹാസം എഴുതിയ പിന്നെ കഥയിലെ ഭാസ്കര പട്ടേലർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് തന്നെ എഴുത്തച്ഛൻ അവാർഡ് എങ്ങനെ നേടി? ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാലേ എനിക്ക് പറയാനൊരു ഉത്തരവുണ്ട്. കായിക്കരാന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നല്ലോ കൊല്ലത്ത്, അയാൾ കോടതിയിൽ പറഞ്ഞില്ലേ കാട്ടൻ മില്ലി പിസിലടിക്കുന്നതും പത്രപ്രവർത്തനം നടത്തുന്നതും എന്ന് പറഞ്ഞ് ഞാനവിടെ നിർത്തും. കാര്യം ബാക്കി അശ്ലീലമാണ്. അത് മനസ്സിൽ കണ്ട് ചിലർ ചിരിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കാട്ടൻ മില്ലി പിസിലടിക്കുന്നതും പത്രപ്രവർത്തനത്തിൽ നടത്തുന്നതും മറ്റേ സംഭവത്തിനൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ആധികാരികതയോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഈ റീസെൻ്റായിട്ട് നടന്നതാണ്. അപ്പൻ സാർ ജീവിച്ചിരുമ്പോൾ തന്നെയാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം എം മൂന്നൻ നേടിയത്. അപ്പൻ സാറിൻ്റെ അവസാന കാലത്തെ 2 സംഭവങ്ങൾ പറയട്ടെ. ഒരു സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഒരു സംഭവം വേറൊരാളുടെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വലിയ വായിൽ പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും ആനന്ദ് എന്ന എഴുത്തുകാരൻ ലോങ് റണ്ണിൽ നിലനിൽക്കില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ 1% പോലും കലാകാരനല്ല. രണ്ടാമത്തെ സംഭവം, ഈ പറഞ്ഞ മയ്യഴി മണവാളൻ അതേ വഴി അവസാനത്തെ നോവൽ, തട്ടിച്ച നോവൽ പോസ്റ്റിൽ അയച്ചു കൊടുത്തു. അപ്പൻ സാർ ആ പോസ്റ്റ് പൊട്ടിച്ചിട്ട് തൻ്റെ അടുത്ത സുഹൃത്തും ശിഷ്യനുമായ നാസറുടെ അടുത്ത് പറഞ്ഞു, ഇത് വായിച്ചിട്ട് ഇതിൻ്റെ കഥയൊന്ന് പറഞ്ഞു തരാൻ. ഇതിൽ പരം ഒരു പുസ്തകത്തെ അപഹസിക്കാനുണ്ട്. ഇവരെ കൊണ്ടൊക്കെ എന്തുമാത്രം അപ്പൻ മടുത്തു പോയി എന്ന് ഈ 2 സംഭവം, ഈ ഒറ്റ സംഭവം വരെ വായിച്ചിട്ട് കഥ പറഞ്ഞു കൊടുക്കാൻ പോയില്ലേ. അപ്പു സാറിൻ്റെ ജീവിതത്തിലെ അപ്പോൾ ഒന്ന് അതാണ്, അതായത് ഞാൻ എങ്ങനെ ആധുനികതയാൽ ജ്ഞാനസ്നാനപ്പെടുന്നു. 2, അതിനുശേഷം വന്ന ഉത്തരാധുനികത ഫലിക്കാതെ പോയി എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. അതിൻ്റെ കമൻ്റ് എനിക്ക്, ഈ ആധുനികതയും ഉത്തരാധുനികതയൊക്കെ വെറും ലേബലുകൾ മാത്രമാണ്. ഇത് ലോങ് റണ്ണിൽ ഇതൊന്നും നിലനിൽക്കില്ല, ഒരു ലേബലും നിലനിൽക്കില്ല. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം നിലനിൽക്കുന്നത് അത് ആധുനിക നോവൽ എന്ന നിലയിലാണോ? അല്ലല്ലോ, അതൊരു മികച്ച നോവലായതുകൊണ്ട് നിലനിൽക്കുന്നു. കാക്കനാടൻ്റെ സ്ത്രീ അക്രമമായാലും അങ്ങനെയുള്ള കൃതികളായാലും അതിൻ്റെ മെരിറ്റ് കൊണ്ട് നിലനിൽക്കും. ഈ ലേബലുകളൊക്കെ അങ്ങ് ഇളകിപ്പോവും. അതുകൊണ്ട് ഈ ഉത്തരാധുനികതയുടെയൊക്കെ സംഗതി അതാണ്. ഇതൊന്നും ലേബലുകളൊന്നും നിലനിൽക്കില്ല. മൂന്നാമത് പറയുന്നത് പിന്നെ ഇടതുപക്ഷക്കാരുടെ, അതെ ഞാനൊരു അരാഷ്ട്രീയനാണ് എന്നാണ് മൂന്നാമത് പറയുന്നത്. ഇടതുപക്ഷക്കാരുടെ ബദ്ധ ശത്രുവായ ഞാൻ എന്ന് പറഞ്ഞിട്ട് സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് സിദ്ധാന്ത നിർമ്മാണമല്ല സൗന്ദര്യാനുഭൂതിയുടെ ആസ്വാദനവും ആവിഷ്കരണവുമാണ് എന്ന് ശക്തമായി അത്രയും വർഷങ്ങൾക്ക് ശേഷം പറയുന്ന ഒരു പോർഷനാണ്. അത് തൊട്ടടുത്ത പോർഷനാണ് ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. വേറൊരു ലേഖനത്തിൽ ടിപ്പിക്കൽ അപ്പൻ ടച്ചോടെ, അപ്പൻ മാന്ത്രിക മിഡാസ് ടച്ചോടെ, അപ്പൻ പദം മൃദംഗ മേളത്തോടെ, അപ്പം ഇൻ്റർനെറ്റിനെ വിശേഷിപ്പിച്ചത് യന്ത്ര സരസ്വതി എന്നാണ്. എത്ര മനോഹരമായൊരു പ്രയോഗമല്ലേ, യന്ത്ര സരസ്വതി. അപ്പൻ യന്ത്ര സരസ്വതി എന്ന് വിളിക്കുന്ന ഈ വാഗ്ദേവത 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞതോടുകൂടി ആ വാഗ്ദേവതയുടെ യന്ത്ര സരസ്വതി നടനത്തിൻ്റെ കഥാശേഷമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അവസാനത്തെ എഴുത്തുകാരനും അവസാനത്തെ വായനക്കാരനും വിദൂരതയിലെ രക്തമായ അന്തിക്കൂട്ട് നോക്കി നിൽക്കുന്നത്. മലയാള സാഹിത്യമല്ലല്ലോ, ഇവിടെ ലോക സാഹിത്യം മുഴുവൻ നേരിടാൻ പോകുന്ന ഈ ത്രിസന്ധ്യാ വ്യസനം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ